ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ടോപ്പാണ്. ലോങ് സ്കേർട്ടിന് പറ്റിയ ടോപ്പ്. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ബോട്ട് നെക്കാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 19 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് 19, ഷോൾഡർ 15.5, അപ്പർ ബെസ്റ്റ് 37, വെസ്റ്റ് 37.5, വേസ്റ്റ് 35, അടിയിൽ 19 ഇഞ്ചിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 38. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ലൈൻ കൊടുക്കാം. ഓക്കെ, ഇനി ഈ ലൈനിൻ്റെ ഇവിടെ 0 എന്ന് നമുക്ക് നമ്പർ കൊടുക്കാം. ഇവിടെ നിന്ന് ഫുൾ ലെങ്ത്ത് 19 ഇഞ്ച്. അത് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് 0യിൽ നിന്ന് 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ്. മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് 0യിൽ നിന്ന് നെക്ക് റൗണ്ട് എനിക്ക് 14 ഇഞ്ചാണ്. നെക്ക് റൗണ്ട് ഇല്ലാത്തവർ 3 ഇഞ്ച് പോയിൻ്റ് ചെയ്യുക. നെക്ക് റൗണ്ട് ഇപ്പോൾ ഇവിടെ 14 ഇഞ്ച് ആകുമ്പോഴേക്കും അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2.8 കിട്ടും. 8.0. അപ്പോൾ 3 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവ്. അത് പോയിൻ്റ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫുൾ ലെങ്ത് പോയിൻ്റ് ചെയ്തേക്കുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇവിടെ നമുക്ക് 2 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇവിടെ 3 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഷോൾഡർ എത്രയാണ്? 15.5. അപ്പോൾ 15.5യുടെ ഹാഫ് 7.25 പോയിൻ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് 4 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി ഈ 0യിൽ നിന്ന് ഇവിടെ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇവിടെ നിന്ന് ഈ 1 ഇഞ്ച്, ഇപ്പോൾ ഇവിടെ 0 to 3 ഷോൾഡർ എത്രയാണോ അത് പോയിൻ്റ് ചെയ്യുക. ഈ 2ൻ്റെ ലൈനിലാണ് അത് പോയിൻ്റ് ചെയ്യണത്. ഇതിന് നമുക്ക് 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി ഈ ആം ഹോളിൻ്റെ ഡെപ്ത് കാണാനായിട്ട് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ്പർ ചെസ്റ്റിൻ്റെ കൂടെ ഇവിടെ നമുക്ക് എത്രയാണോ അപ്പർ ചെസ്റ്റ്, ആ അപ്പർ ചെസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ അപ്പർ ചെസ്റ്റ് എന്ന് പറയുന്നത് 37 ഇഞ്ച്. 37 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുമ്പോൾ 39. 39നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 9.75 കിട്ടും. അത് പോയിൻ്റ് ചെയ്യുക. 9.75. ഓക്കെ, അതിന് നമുക്ക് 6 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ 6ൽ നിന്ന് നമുക്ക് ഒരു 3/4 ഇഞ്ച് മൈനസ് ചെയ്യുക. ആ പോയിന്റിന് നമുക്ക് 7 കൊടുക്കുക. ഈ 7ൽ നിന്ന് 5ലേക്ക് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമുക്കൊരു 1.25 ഉണ്ട് ഇവിടെ. ഈ 1.25 ഈ 5 എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് താഴത്തേക്ക് നമ്മുടെ ആം ഹോൾ എത്രയാണ്? ആം ഹോള് 18 ഇഞ്ചാണ്. അപ്പോൾ ആം ഹോളിൻ്റെ കൂടെ ആം ഹോളിൻ്റെ പകുതി, അപ്പോൾ 9. അപ്പോൾ ഈ 9 ഇവിടെ പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ 5 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്ര ഉണ്ടെന്ന് നോക്കുക. 7.25. ആ 7.25 ഈ 2ൽ നിന്ന് 7.25 പോയിന്റ് ചെയ്യുക. ഈ പോയിന്റും ഈ പോയിന്റും കൂടി ഒരു ലൈൻ വരയ്ക്കുക. ഇത് നമുക്ക് പെൻസിൽ കൊണ്ട് വരക്കാം. ഈ പോയിന്റ് നമുക്ക് 8 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇതിന് 9 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി ഇവിടെ ഈ ലൈനിൽ അപ്പർ ചെസ്റ്റ് എത്രയാണ് അത് പോയിന്റ് ചെയ്യുക. അപ്പർ ചെസ്റ്റിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 9.25 പോയിന്റ് ചെയ്യുക. 37ൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടി അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് 9.75 കിട്ടും. ഇനി നമുക്ക് ഈ 5 to 8 ഇതിന് നമുക്ക് 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. 5 to 8 ജോയിൻ ചെയ്യുക.
ഇതിൻ്റെ മിഡ് പോയിന്റ് കാണുക. ഓക്കെ, ഇതിന് എ എന്ന് പറഞ്ഞ കൊടുക്കുക. ഇത് അടുത്തത് ഇതിന് 4 ഇഞ്ച് ഉള്ളിലേക്ക് പോയിന്റ് ചെയ്യണം. ഇതിന് നമുക്ക് ബി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇനി 5 to B ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി B to 10 ജോയിൻ ചെയ്യുക. ഇത് എത്രയുണ്ട് നോക്കുക. നമ്മുടെ ആം ഹോള് 9 ഇഞ്ചാണ്. ഒരു പോയിന്റിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒരു പോയിന്റും കൂടി നമുക്ക് ഇറക്കി വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഇത് നമുക്ക് 9 കിട്ടിയിട്ടുണ്ട്. ആം ഹോള് ഇവിടെ നമ്മുടെ 9 ഇഞ്ച്. ഓക്കെ, നമുക്ക് 3 to 5 ജോയിൻ ചെയ്തൊരു ലൈൻ വരക്കണം. ഓക്കെ, ഇനി നമുക്ക് ബസ്റ്റിൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ നിപ്പിൾ ടു നിപ്പിൾ എത്രയാണെന്ന് നോക്കുക. അതില്ലെങ്കിൽ ബസ്റ്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബസ്റ്റ് എന്ന് പറയുന്നത് 37 ആണ്. 37 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.75 കിട്ടും. അപ്പോൾ 3യിൽ നിന്ന് 3.75 പോയിന്റ് ചെയ്യുക. 3.25. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് താഴത്തേക്ക് 10 ഇഞ്ച്. എത്രയാണോ ബസ്റ്റിൻ്റെ പോയിന്റ്, സെൻറ്റർ പോയിന്റിൻ്റെ ഇറക്കം അത് അടയാളപ്പെടുത്തുക. ഇപ്പം നമ്മൾ അത് എങ്ങനെയാണോ അളവെടുക്കുന്നത്, ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നാണ് തന്നെ അളക്കണമെങ്കിൽ അവിടെ നിന്ന് വേണം ഈ 10 ഇഞ്ച് നമ്മൾ ഇറക്കം നോക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ അത് മെഷർ ചെയ്യണ ഇതുപോലെ ഇരിക്കും ഇത് പോയിന്റ് ചെയ്യണത്. ഇനി ഇവിടെ നമുക്ക് എത്ര 3.25 പോയിന്റ് ചെയ്ത് നോക്കാം. ഈ പോയിന്റും കൂടി വെക്കുമ്പോൾ 10 ഇഞ്ച് വെക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, ഇതിന് നമുക്ക് എ എന്ന് കൊടുക്കാം, ഇതിന് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബിയിൽ നിന്ന് ഇങ്ങോട്ട് എത്രയുണ്ട് നോക്കുക. ഇവിടെ 9 ഇഞ്ചും ഒരു പോയിന്റും. ഈ പോയിന്റ് നമുക്ക് 11 കൊടുക്കാം. ഓക്കെ, ഇനി ഈ പോയിന്റും 9 ഇഞ്ചും ഒരു പോയിന്റും ഇവിടെ പോയിന്റ് ചെയ്യുക. ഇതിന് നമുക്ക് 12 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ ബസ്റ്റിൻ്റെ ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ലൈൻ വരയ്ക്കുക. ഇനി ബസ്റ്റിൻ്റെ അളവ് എത്രയാണ്? 37.5. അപ്പോൾ ഇത് 37ഉം ഇത് 37.5 അപ്പോൾ ഇവിടെ 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 37 കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. ബസ്റ്റിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസാണ് ഞാൻ കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് 38.5 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.625 കിട്ടും. 9.5 ഒരു പോയിന്റും പോയിന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേസ്റ്റ് ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ആ വശത്തെ വണ്ണം പറയുന്നത് ലെങ്ത്ത് നോക്കുക. ഇവിടെ ഞാൻ 14 പോയിന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 14 ഒരു ലൈൻ വരയ്ക്കുക.
ഓക്കെ. ഇനി ഇവിടെ നിന്ന് നമുക്ക് എത്രയാണ് വേസ്റ്റ് ലെങ്ത്, അതിൻ്റെ അവിടുത്തെ വേസ്റ്റ് വണ്ണം അത് പോയിന്റ് ചെയ്യുക. അപ്പോൾ 35 ഇവിടെ ഉള്ള വണ്ണം എന്ന് പറയുന്നത്. 35ൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടി, അപ്പോൾ 38. 38നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9, 9.5 കിട്ടും. 9.5 പോയിന്റ് ചെയ്യുക. നമുക്കിവിടെ എന്തോരം ലൂസ് വേണോ അതനുസരിച്ച് ഇവിടെ പോയിന്റ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്കിവിടുത്തെ അടിവശത്ത് 19 ഇഞ്ചിൻ്റെ ആ ലെങ്ത്തിൻ്റെ അവിടെ ലൈൻ വരക്കാം. ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ 40 ഇഞ്ചിൻ്റെ കൂടെ ഞാനിവിടെ 1 ഇഞ്ച്, 40 അല്ല 39, 39ൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടി 40 ഇഞ്ച്. അപ്പോൾ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ചാണ് ഇവിടെ പോയിന്റ് ചെയ്യണത്. ഓക്കെ. ഇനി ഈ വേസ്റ്റ് ലൈനും അല്ല ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടി ജോയിൻ ചെയ്ത് വരക്കുക. ഓക്കെ. ഇനി ഈ 19 ഇഞ്ചിൻ്റെ ഇവിടുത്തെ ഈ വേസ്റ്റ് ലൈനും ഈ ലൈനും കൂടി ജോയിൻ ചെയ്ത് വരക്കുക. ഓക്കെ. ഇവിടെ ഒരു ചെറുതായിട്ടൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ബോട്ട് നെക്കാണ്. ഇത് ഇപ്പം നല്ല ബാക്കിൽ നല്ല കർവായിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവർക്ക് ഇത് കറക്റ്റ് ഈ ഒരു 7 ഇഞ്ച് ഇതേപോലെ തന്നെ വെക്കുക. അല്ലാത്തവർക്ക് ഇവിടെ മൈനസ് ചെയ്യേണ്ടി വരും, ഷോൾഡർ മൈനസ് ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ബാക്കിൽ ഇങ്ങനെ കൂർത്തിരിക്കും. അത് ഞാൻ വേറെ വീഡിയോയിൽ ചുരിദാർ കട്ടിങ് ഒക്കെ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് 2 ഇഞ്ച് ഷോൾഡർ കൊടുക്കാം. ഇവിടെ നമുക്ക് 2 ഇഞ്ച് ഇറക്കവും കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ടക്ക് പോയിന്റ് ചെയ്യാനുണ്ട്. സെയിം ഇവിടെ 3.25 തന്നെ ഇവിടെയും പോയിന്റ് ചെയ്യുക. ഇവിടെ നമുക്ക് അണ്ടർ ബസ്റ്റ് അളവ് പോയിന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് പോയിന്റ് ചെയ്യാം. അപ്പം ഇവിടെ 37യുടെ ബസ്റ്റ് 37, അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.125 കിട്ടും. അപ്പം നമുക്ക് അത് പോയിന്റ് ചെയ്യാം. എന്നിട്ട് 3.25 പോയിന്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ വണ്ണം അല്ല ഇവിടുത്തെ സെൻറ്റർ പോയിന്റ് അത് സെയിം ഇവിടെ പോയിന്റ് ചെയ്യാം. ഓക്കെ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് ലൈൻ വരക്കാം. ഈ പോയിന്റിന് 4 ഇഞ്ച് താഴത്തേക്കും 4 ഇഞ്ച് മുകളിലേക്കും പോയിന്റ് ചെയ്യുക. ഓക്കെ. ഇനി ഇവിടെ നിന്ന് 4 ഇഞ്ചും ഒരു പോയിന്റും 4 ഇഞ്ചും ഒരു പോയിന്റും പോയിന്റ് ചെയ്യുക. ഇനി ഈ പോയിന്റും ഓക്കെ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ഇവിടെ ബാക്കിൽ ഈ ലൈൻ പോയേക്കണത് നമുക്ക് ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അത് നോക്കാം എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 9.5 ഉണ്ട്. ഈ 9.5 എഴുതി വെച്ചേക്കുക.
ഓക്കെ, ഇത് ഒരു വശമാണ്. അപ്പോൾ ഇപ്പുറത്തെ വശം കൂടി ആകുമ്പോഴേക്കും 19 ഇഞ്ച് ബാക്കിലുണ്ടാവും. ഓക്കെ, പിന്നെ ഫ്രണ്ടിലോട്ട് ഇത് മൈനസ് ചെയ്താൽ മതി. നമുക്കിത് കട്ട് ചെയ്യാം. അടിയിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ബാക്കാണ്. ചെസ്റ്റ് ലൈൻ, ബസ്റ്റ് ലൈൻ, വേസ്റ്റ് ലൈൻ. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇത് കർവ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിക്കാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ നിന്നോളും, ഷോൾഡർ കറക്റ്റായിട്ട് നിന്നോളും. പക്ഷേ ഒരു ഇതായിട്ട് നിൽക്കുന്നവർക്ക് ആണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോഡി, നല്ല ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ തയ്ക്കുമ്പോഴേക്കും ഈ ഭാഗം ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അവർക്ക് ഇവിടെ ഇത് ലൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ബാക്ക് പാർട്ട് വരയ്ക്കുന്നതിന് നമുക്ക് ഫ്രണ്ട് പാർട്ട് വരയ്ക്കാം. ഫ്രണ്ട് പാർട്ട് വരയ്ക്കുന്നതിന് നമ്മൾ ബാക്ക് പാർട്ട് എടുത്തിട്ട് ഈ സെയിം എവിടെയാണ് വരയ്ക്കേണ്ടത് അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ചെസ്റ്റ് ലൈനും ബസ്റ്റ് ലൈനും ഒക്കെ പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കത് ലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷോൾഡർ വരയ്ക്കാനുണ്ട്. ഷോൾഡർ നമ്മുടെ 7.25 പോയിന്റ് ചെയ്യുക. എന്നിട്ട് 3/4 ഇഞ്ച് ഇവിടെ കുറച്ച് 1.25 ഈ 1.25 ഇവിടെ വെച്ചിട്ട് എത്രയാണ് നമ്മുടെ ആം ഹോള്? 9 ഇഞ്ച്. 18ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 18ൻ്റെ പകുതി, അപ്പോൾ 9 ഇഞ്ച്. ഇത് 1.25 കഴിച്ചിട്ട് ബാക്കി എവിടെയാണോ 9 പോയിന്റ് വരുന്നത് അവിടെ പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ ലൈൻ വരച്ച് കൊടുക്കാം. ഇത്ര തന്നെ 7.25 അപ്പോൾ 7.25 ഇവിടെ പോയിന്റ് ചെയ്യുക. ഇനി ലൈൻ വരക്കുക.
ഇനി ഇവിടുന്ന് ഈ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി ഇവിടുന്ന് 1 ഇഞ്ച് പോയിന്റ് ചെയ്യുക. ഇനി ഇവിടുന്ന് നെക്ക് റൗണ്ട് 14, 14നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ നെക്ക് റൗണ്ട് ഇല്ലെങ്കിൽ 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച് പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്തില്ല വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇതിൻ്റെ മിഡ് പോയിന്റ് കാണുക. ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ പോയിന്റിൽ നിന്ന് ഉള്ളിലേക്ക് 3/4 ഇഞ്ച്. ഇത് നമുക്ക് എ എന്നാണ് കൊടുക്കുക. ഈ എയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് 3/4 ഇഞ്ച്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് പോയിന്റ് ചെയ്യാം. കർവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ അളവ് എത്രയെന്ന് നോക്കാം. അപ്പോൾ 9 ആം ഹോള് 18ൻ്റെ പകുതി 9 ഇഞ്ചിനെക്കാട്ടും കൂടുതലായിരിക്കും. ഞാനിത് 3/4 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 9.5 വന്നിക്കണം. 1/2 ഇഞ്ച് നമുക്കിവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ബാക്ക് എന്ന് പറയുന്നത്, ബാക്കിൻ്റെ ഇവിടെ നമ്മൾ 9.5 പറഞ്ഞു. ബാക്ക് 9.5, അപ്പോൾ ഒരു വശമാണ് 9.5, അപ്പോൾ 2 വശമാകുമ്പോഴേക്കും 19. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിൽ എത്രയാണ്? 30. ടോട്ടൽ നമുക്ക് 37.5 കൂടെ 1 ഇഞ്ച് കൂട്ടി 38.5. അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ടത് 38.5ആണ്. അപ്പോൾ 38.5 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9.625 കിട്ടി. ഈ 9.625 അല്ല, നമ്മുടെ ബെസ്റ്റ് അളവെന്ന് പറയുന്നത് 38.5. ഇപ്പോൾ ഇവിടെ ബാക്കിൽ നമുക്ക് 9.5 കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പം അത് ഈ ഒരു വശത്തിൻ്റെയാണ്, 2 വശത്തിൻ്റെ ആകുമ്പോൾ 19. അപ്പം നമ്മുടെ ടോട്ടൽ 38 എന്ന് പറഞ്ഞാൽ ബസ്റ്റ് എന്ന് പറഞ്ഞാൽ 37 കൂടെ 1 ഇഞ്ച് കൂട്ടി 38.5. അപ്പം 38 നിന്ന് നമ്മുടെ ഈ 19 മൈനസ് ചെയ്ത്, അപ്പം ഓക്കെ, നമുക്ക് ബെസ്റ്റ് അളവെന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ബെസ്റ്റ് ലൈനിൻ്റെ അളവെന്ന് പറയുന്നത് ഫ്രണ്ടിൽ 38.5 ഫ്രണ്ടിലത്തെ ഇത് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബെസ്റ്റ് അളവെന്ന് പറയുന്നത് ഫ്രണ്ടിൽ 19. ഇതൊരു വശം 9.5, 2 വശം ആകുമ്പോൾ 19. അപ്പം 37.5 ടോട്ടൽ നമ്മുടെ ബെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 37.5. അപ്പം 37 കൂടെ ലൂസ് 1 ഇഞ്ച് കൂട്ടിയപ്പോൾ 38.5. അതിൻ്റെ കൂടെ 38ൽ നിന്ന് 19 ബാക്ക് 19 മൈനസ് ചെയ്ത്, അപ്പോൾ നമുക്ക് 19.50 കിട്ടി. അതിന് 19 എന്ന് പറയുന്നത് 19.50 എന്ന് പറയുന്നത് 2 വശത്തിൻ്റെയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ഒരു വശം ആകുമ്പോഴേക്കും അതിനെ ഹാഫ് ചെയ്യുമ്പോൾ 9.75 കിട്ടും. അപ്പോൾ നമുക്കിത് വേണ്ടത് 9.75 ഉണ്ടോ നോക്കാം. അത് പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് 9 ഇത് ബെസ്റ്റ് ലൈനാണ്, ഇത് ചെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈനും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ലൈനിൽ കൂടി തന്നെയാണ് ഇത് പോയേക്കുന്നത്. കാരണം ഇത് 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസമുള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. വ്യത്യസ്തമായ വേറെയുള്ള അളവുകൾ നമ്മൾ ഇനി ചുരിദാർ കട്ടിങ്ങിൻ്റെയൊക്കെ ഇത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്കിനി നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഈ ലൈനും കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടുത്തെ ബെസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റ് ചെയ്യുക. എത്രയാണ് നമ്മുടെ ബെസ്റ്റ് അളവ് 37.5 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3.75. അപ്പോൾ അതിനെ പോയിന്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ പോയിന്റും ഇവിടെ നമുക്ക് ഷോൾഡറിൽ പോയിന്റ് ചെയ്യാനുണ്ട്.
ഷോൾഡറിൽ 3.75 പോയിൻ്റ് ചെയ്തിട്ട് 15 തന്നെ. ഓക്കെ, കറക്റ്റാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഷോൾഡറിൽ നമുക്ക് ഫ്രണ്ടിലത്തെ ഷോൾഡർ എന്ന് പറഞ്ഞത് കുറഞ്ഞ ബാക്കിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ അതിവിടെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് എത്രയാണോ കഴുത്തിന് ലൂസ് വരുന്നത് അതാണ് ഇവിടെ കുറക്കുന്നത്. ഇവിടുത്തെ ഞാൻ കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ നമുക്ക് കൊടുക്കേണ്ടത് ആ ഒരു ലൂസ് നമ്മൾ ഇവിടെ കുറയ്ക്കണം. ഇവിടെ നിന്ന് 4 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് ഇവിടെ 1/2 ഇഞ്ച് ഞാൻ കുറക്കണേന്. ഓക്കെ, ഇനി ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട പോലെ ഞാൻ ബ്രസ്റ്റിൻ്റെ ഈ പോയിൻറ്റും ഈ 1/2 ഇഞ്ചും കൂടി മുട്ടത്തക്ക വിധത്തിൽ ഈ ഒരു മൂല ഈ ലൈനിൽ മുട്ടത്തക്ക വിധത്തിൽ വെക്കണേന്ന്. ഈ പോയിൻറ്റും ഇതും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി വേണ്ട. ഓക്കെ, ഇത് നമുക്ക് ടക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് കഴുത്ത് വരക്കാം. നാലിഞ്ച് പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിവിടെ ഇവിടെ ആം ഹോളിൻ്റെ ഇവിടുത്തെ നമ്മൾ ഇത് കുറയ്ക്കാനുണ്ട്. അപ്പം അതിന് ഈ ബിയിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് താഴത്തേക്ക് ഒരു പോയിന്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഈ പോയിന്റും ഈ സെൻറ്റർ പോയിന്റും കൂടി ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ ഈ ചെസ്റ്റ് ലൈനിൻ്റെ ഇവിടുത്തെ അളവ് കറക്റ്റാണ്. ഇനി നമുക്ക് ഇവിടെ ചെസ്റ്റ് ലൈനിൽ അളവ് കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ ആം ഹോൾ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ ടക്കിൻ്റെ അളവ് ഇവിടം വരെ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ ഇവിടെ കുറയ്ക്കേണ്ടത് അതിവിടെ കുറക്കുക. നമുക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. ഇപ്പോൾ ഇവിടെ 5.5. ഈ അളവാണ് നമുക്കിവിടെ കുറയ്ക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടം വരെയും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇവിടുത്തെ ഇത് നമുക്ക് കൂട്ടേണ്ടി വരും. നമുക്കിത് മുഴുവൻ കട്ട് ചെയ്യാം. ഞാനിവിടെ ഫ്രണ്ടിൽ ഇവിടെ ടക്ക് ഇടുന്നില്ല, അത് ഞാൻ ബാക്കിലേക്ക് കൊടുത്തേക്കുന്നത്. ബാക്കിൽ ഞാൻ ടക്കിട്ട് വെച്ചേക്കുന്നത്. കുറച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്ത് കിട്ടാം.
നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ കറക്റ്റ് നേരെയായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ടക്കിൻ്റെ അകലം ഇത്രയായിട്ടുണ്ട്. ഇവിടുത്തെ ടക്കിൻ്റെ അകലം എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വെട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റിൻ്റെ വ്യത്യാസം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ആ പോയിന്റിൻ്റെ ഇവിടെ വ്യത്യാസം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇവിടെ ലൈൻ വരച്ച് അത് ഇറക്കി കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നമുക്ക് ഈ ലൈൻ ബാക്കും ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ഇത് കണ്ട ഒരു പോയിന്റ് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഇവിടെ ഞാൻ വരച്ചേക്കുന്നതാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഈ ആം ഹോളിൻ്റെ ഇവിടെ. അപ്പോൾ നമുക്കിവിടെ ഓക്കെ, ഇവിടെ നമുക്ക് തുണിയിൽ വരയ്ക്കുമ്പോൾ ഇതും കൂടി ഇൻക്ലൂഡഡ് ആണ്. തുണിയിൽ വരയ്ക്കുമ്പോൾ അത് നമ്മൾ ടക്ക് ചെയ്താണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നാലും ഇവിടെ കുറച്ച് ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ. ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കൂടുതലിട്ട് കൊടുക്കാം. നമുക്കിവിടെ 9 ഇഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടക്ക് വരുന്നത് ഇവിടം വരെയാണ്. ഇവിടം വരെയാണ് ഈ ടക്ക് വരുന്നത്. ഇത് നമ്മൾ പോയിന്റ് ചെയ്ത് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഇവിടുത്തെ നമ്മുടെ ഇത് കൂടും. ഓക്കെ, നമുക്കിത് കട്ട് ചെയ്യാം. ഇനി തുണി